വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ഷാലിൻ ഹിയർ. സോ കുറെ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇപ്പൊ നല്ല മഴയുടെ സൗണ്ട് ഉണ്ടാവും ബിക്കോസ് ഞാനിപ്പോൾ എറണാകുളത്താണ്. എറണാകുളത്ത് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ബൈക്ക് ഒക്കെ റെസിപ്പി ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡേ ആണ്, ഒരു ഇന്റേൺഷിപ്പ് ഡേ ഇൻ മൈ ലൈഫാണ്. സോ മിക്കവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ലോ സ്റ്റുഡൻസിന് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസം ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി സമ്മർ വെക്കേഷൻ ആയിരിക്കും. ക്ലാസ്സിലൊന്നും പോകണ്ട, കോളേജൊക്കെ അടച്ചിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് 28 ദിവസം കേരളത്തിലെ ഒരു പഞ്ചായത്ത് മുതൽ സുപ്രീം കോടതി വരെയുള്ള ഏത് ഗവൺമെന്റ് ഓഫീസുകളിലും ഏത് കോടതികളിലൊക്കെ നമുക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊക്കെ വെച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ എന്നിട്ട് ഒരു റെക്കോർഡ് വെച്ച് സബ്മിറ്റ് ചെയ്യാൻ ഞങ്ങളുടെ അക്കാഡമിക്കിന്റെ ഒരു ഭാഗമാണ്. സോ അതാണ് ഇന്റേൺഷിപ്പ്. അപ്പൊ 28 ദിവസമാണ് ഞങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് ഒരു വർഷം. അപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എന്നൊക്കെ പറഞ്ഞാൽ 14 ദിവസത്തെ 2 ഇന്റേൺഷിപ്പ് ചെയ്യാനാണ് പറയാം. അപ്പോൾ ഇത് എന്റെ രണ്ടാമത്തെ ഇന്റേൺഷിപ്പ് ആണ്. ഞാനിപ്പോൾ ഹൈക്കോടതിയിലാണ്. അപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മെയ് 30, 2025 അപ്പൊ ഇന്ന് എന്റെ ഇന്റേൺഷിപ്പ് കഴിയും. അപ്പൊ ആയിക്കോട്ടെ ഇന്നത്തെ ഒരു ഫുൾ ഡേ ഒരു വ്ളോഗ് പോലെ എടുക്കാണ്. സോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഇന്റേൺഷിപ്പ്, ഒരു ഇന്റേൺ ആയിട്ടുള്ള ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് അങ്ങനെ കാണിച്ചുതരാം. സോ യെസ്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്റെ പേര് ഷാലിൻ ജോസ്. ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് 3rd ഇയർ BBA വിദ്യാർത്ഥിയാണ്. ലോ കോളേജുകളെ പറ്റിയും കോളേജ് വിഷയങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. സോ ഞങ്ങൾക്ക് കണ്ടോ ബ്ലാക്ക് ബ്ലേസർ ഒക്കെ ഞാൻ എടുത്തിട്ടു. ബ്ലാക്ക് ബ്ലേസർ എന്ന് നിർബന്ധമൊന്നുമില്ല, ഞങ്ങളുടെ യൂണിഫോം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ത് വേണേലും ഇടാം. വേണമെങ്കിൽ പാന്റും ഷർട്ട് ഇടാം, പെൺകുട്ടികൾക്ക് ചുരിദാറും പാന്റും കോട്ട് ഇടാം. എനിക്ക് ഈ ബ്ലേസർ കുറച്ച് കംഫർട്ടബിൾ ആണ്. പിന്നെ ഭയങ്കര മഴയാണ്, സാധാരണ ഞാൻ ബ്ലേസർ എടുത്തിട്ടും. സോ ഇതാണ് എന്റെ ID കാർഡ് കേട്ടോ, ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോടിന്റെ. ഫോട്ടോ കാണിക്കുന്നില്ല, പക്ഷെ ഇതാണ് ഞങ്ങളുടെ ടാഗ്. സോ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഗവൺമെന്റ് ലോ കോളേജ് ടാഗ് കിട്ടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. പിന്നെ ഞാൻ കമന്റ് കണ്ടായിരുന്നേ, എന്നുവെച്ചാൽ പഠിക്കുന്ന സമയത്ത് മാത്രമാണ് GLC ടാഗ്. ശരിയാണ്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മാത്രമാണ് GLC ടാഗിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. നിങ്ങൾ ലോയർ ആയിട്ടാണ് നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചെന്ന് ആരും ചോദിക്കുന്നില്ല. സോ ഗവൺമെന്റ് ലോ കോളേജ് കിട്ടിയില്ലെന്ന് വെച്ചാൽ പിന്നെ ആന കാര്യം നല്ല പേടിക്കണം വേണ്ട. ഓക്കെ, എവിടെയാണെങ്കിലും പഠിക്കാൻ നന്നായിട്ട് പഠിച്ചാൽ അതിൻ്റെ അനുസരിച്ച്. അപ്പോൾ ആക്ച്വലി ഇതല്ല കേട്ടോ, ഇത് ഇത്രയൊക്കെ ഓക്കെയാണ്. പക്ഷെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് എപ്പോൾ പുറത്തായാലും ഈ ഒരു സാധനം ഇട്ട് എൻ്റെ കോൺഫിഡൻസ് അങ്ങ് കൂടും. ഏതാണെന്നറിയില്ലേ, യെസ് ലിപ്സ്റ്റിക്. സോ ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ച ഷെയ്ഡാണ്, ഏത് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ലാക്മേ ഫോറെവർ ലിക്വിഡ് ലിപ് കളർ വൈൻ ടച്ച് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ ഇറ്റ് ഇസ് സോ ലൈക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. സോ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് കൂടി കാണാം. സോ ലിപ്സ്റ്റിക്. സോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. സോ ഇപ്പൊ മഴയാണ്. ഇപ്പൊ ഒരു സമയം 9 മണി ആയിട്ടുണ്ട്. ഞാൻ 8 മണിക്കൊക്കെ കഴിഞ്ഞിട്ട് എന്റെ പരിപാടിയൊക്കെ തുടങ്ങിയതാണ്. സോ നമുക്ക് 10 മണിക്ക് മുന്നേ കോളേജിൽ പോകണം. സോ നമുക്ക് കോളേജിൽ പോകാം. കമോൺ. സോ നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതൊക്കെ എന്റെ കോളേജിലെ ഫ്രണ്ട്സ് ആണ്. സോ എങ്ങനെയുണ്ടായി ഗൈസ് ഞങ്ങളുടെ ഇന്റേൺഷിപ്പ്? ഉണ്ടോ എന്ന് പറയും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈക്കോടതി ഞങ്ങൾ കണ്ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടോ. സോ ഞങ്ങൾ തന്നെ എല്ലാവരും കോളേജിൽ പോവാണ്. ഇന്റേൺഷിപ്പ് പരിപാടി മൊത്തത്തിൽ എങ്ങനെയുണ്ടായി വെക്കേഷൻ ഒക്കെ? കോളേജ് വന്ന പോലെ ഉണ്ടായില്ല, കോളേജ് എല്ലാവരും ഉണ്ടായി ഇവിടെ. സോ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഇന്റേൺഷിപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഹൈക്കോടതിന്റെ വഴിക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉച്ചയായി, നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. സോ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, എവറിത്തിങ് ഇസ് ഡൺ. ഇനി ഹൈക്കോടതിയിലേക്ക് എന്ന് വരും എന്നൊക്കെ ചോദിച്ചാൽ ഇവിടേക്ക് തന്നെ ആയിരിക്കുമല്ലോ, ഇവിടെയാ. സോ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാം. സോ ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നത് റഹ്മാനിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. നമ്മൾ ഭയങ്കര തിരക്കാണ്, വെരി മച്ച്. ഇവിടെ ഞങ്ങൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞേക്കണേ. ഐ വിൽ ഷോ യു. ഇവിടെ ഭയങ്കര അടിപൊളി ഒരു സാധനം കിട്ടും, ഒരു നമ്മുടെ പണ്ടത്തെ പുളിമിഠായി പോലത്തെ സാധനം കിട്ടും, കാണിച്ചു. സോ യെസ് ഗൈസ്, നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ചാത്തന്മാരുടെ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ നടക്കാണ്. ഫുഡ് വാസ് നൈസ്, നല്ലതായിരുന്നു. ഇനി നമ്മുടെ റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റിംഗ് പരിപാടി. സാധാരണ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യണം എന്താന്ന് വെച്ചാല്, നമുക്ക് ഉച്ചവരെ പോർട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ GP അടുത്ത് കോർട്ടിലിരിക്കും. GP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഗവൺമെന്റ് പ്ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് സ്റ്റേറ്റിന് വേണ്ടി ബാധിക്കുന്ന വക്കീലന്മാരെയാണ് പ്ലീഡർ അഥവാ പ്രോസിക്യൂട്ടർ എന്ന് വിളിക്കുക.
ഇപ്പൊ സിവിൽ കേസിനാണെങ്കിൽ അത് പ്ലീഡർ ആവും, ക്രിമിനൽ കേസിനാണെങ്കിൽ അത് പ്രോസിക്യൂട്ടർ ആവും. ഓക്കെ, ഇതൊരു അപ്പൊ ഓരോ എന്താ പറയാ 5 വർഷത്തെ ഗവൺമെന്റ് മാറുന്നതനുസരിച്ച് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന പൊസിഷൻസ് ആണ് ഇതൊക്കെ. ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ചെയ്ത് ഒരു പ്ലീഡറിന്റെ അടുത്തായിരുന്നു. അപ്പൊ ആൾക്കൊരു ഉച്ച വരെ ആൾക്ക് കോർട്ടുണ്ട്. ഓ ഗൈസ്, ഞാനിപ്പോ സെയിന്റ് പീസസ് കോളേജ് എറണാകുളത്തിലാണ്. കാണാൻ പറ്റും. സോ നമ്മള് ഉച്ച വരെ കോർട്ടിലിരിക്കും. ആൻഡ് സാധാരണ നമ്മുടെ പ്ലീഡർ നമുക്ക് ആളോട് സംസാരിക്കാനൊക്കെ പറ്റും. ആളുടെ കേസ് ഫയലും കാര്യങ്ങളൊക്കെ തരും. ചിലപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് ഒക്കെ തരും സാധാരണ കേട്ടോ. ഞങ്ങളുടെ കേസിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ബട്ട് ആ മാം നല്ലായിരുന്നു. ഞങ്ങളുടെ ഒരു ബെയിൽ കോടതിയായിരുന്നു, ജാമ്യം കൊടുക്കുന്ന കോടതിയായിരുന്നു. അപ്പൊ അതൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഇംഗ്ലീഷില്ല. ഹൈക്കോടതിയിൽ കുറെ പേര് ചോദിച്ചു ഇംഗ്ലീഷൊക്കെ അറിയണമെന്ന്. ശരിക്കും ഇംഗ്ലീഷൊക്കെ അറിയണം കേട്ടോ. ഈ ഫീൽഡിൽ വരുമ്പോൾ ആർഗ്യുമെന്റ് ചെയ്യുന്നതും ഹൈക്കോടതി കൂടുതൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. സോ ഇംഗ്ലീഷൊക്കെ അറിയണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോ നടുറോട്ടിൽ കൂടെ ഇങ്ങനെ കൊടയും പിടിച്ച് വീഡിയോ എടുക്കുമ്പേ നല്ല ബഹളം ഉണ്ടെന്ന് എനിക്കറിയാം. ട്രൈ മൈ മാക്സിമം ടു വോയിസ് കട്ട്. അപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പണിയൊന്നും തരില്ല. അഡ്വക്കേറ്റിന്റെ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്കൊരു പ്രൊസീജിയറും പരിപാടികളൊക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. ഞാൻ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കണ്ണൊക്കെ നോക്കണത് ബിക്കോസ് നടക്കുന്നോണ്ടാട്ടോ. മനസ്സിലായോ? ഇപ്പൊ ഞങ്ങളുടെ വല്ല ലോ സ്റ്റുഡൻസ് വീഡിയോ കാണുകയാണെങ്കിൽ സത്യം പറഞ്ഞപ്പോ കൊട പിടിക്കേണ്ട ആവശ്യമില്ല, മഴയൊന്നുമില്ല. പക്ഷേ കൊട ഒരു മറയാണല്ലോ. ഏത് ഓക്കെ. സോ ഇപ്പൊ ലോ സ്റ്റുഡൻസ് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മള് ആദ്യമൊക്കെ ഒരു DLSA അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്ട്രിക്ട് കോർട്ടിലൊക്കെ പോയി നോക്കാം, എന്താ അവസ്ഥ നോക്കാം. ലിറ്റിഗേഷൻ താല്പര്യമെങ്കിൽ ലിറ്റിഗേഷൻ പരിപാടി പിടിക്കുക. എന്നാൽ കോർപ്പറേറ്റ് ഒക്കെയാണ് താല്പര്യമെങ്കിൽ ആ രീതിയിൽ നോക്കാം. അപ്പൊ എൻ്റെ ഒക്കെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന പരിപാടി ആയിരിക്കും. കാര്യമായിട്ടൊന്നും പണിയെടുപ്പിക്കലൊന്നും ഇല്ല. പക്ഷെ മേ ബി ഞാൻ 3rd ഇയർ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പൊ 4th 5th ഇയർ ഞാൻ ഇന്റേൺഷിപ്പ് നോക്കുന്നത് വേറെ സ്ഥലത്തേക്കൊക്കെ ആയിരിക്കും. അവിടെ പണിയെടുപ്പിക്കും. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഹായ് ഗൈസ്, സോ ഇവരുടെ കൂടെയാണ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത്. ഇവര് 3 പേരുമായിരുന്നു നമ്മുടെ ടീം. ഷഹിമ ഷറിൻ, നിഗിന നിഷ, നമ്മളെ ഗവൺമെന്റ് ലോ കോളേജ് നിഗിന നിഷ, മിസ് ഷഹിമ ഷറിൻ, നമ്മളൊക്കെ ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോടുള്ള കുട്ടികളാണ്. സോ ഹൗ വാസ് യുവർ ഇന്റേൺഷിപ്പ്? Good. It was. What about you? It was fine. How do you rate your internship out of 10? 4.5. Oh, then how it became good? Okay, what about you then? എത്ര റേറ്റിംഗ് കൊടുക്കും 10 ഇന്റേൺഷിപ്പ്? 5. Yeah, it's 5. കാരണം നമ്മൾ പ്രതീക്ഷ എല്ലാം കിട്ടിയെന്ന് വെച്ചില്ല, ബട്ട് നമുക്ക് അത്ര ഡിസ്ട്രിക്റ്റും ആയിരുന്നില്ല. ഇറ്റ് വാസ് ഫൈൻ ഓൺലി. സോ യെസ്, നടന്നെത്തുന്നില്ല, ഇനി എത്തിയിട്ട് കാണിച്ചു തരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഞാനിപ്പോ കൊച്ചിയിൽ വന്നപ്പോ ഞാൻ നിൽക്കുന്നത് അവരുടെ കൂടെയാണ്. ആരാണ് ഇവർ? പേര് പറയൂ. പേര് പറ. ഇവരൊക്കെ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തിലെ കുട്ടികളാണ്. സോ ഇവരുടെ കൂടെയാണ് ഞാൻ കൊച്ചിയിൽ സ്റ്റേ ചെയ്യുന്നത്. സോ യെസ്, ഹൗ ഇസ് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം? പറയാൻ വാക്കുകളില്ല. സുബാന കോഴിക്കോട് ലോ കോളേജിലായിരുന്നു കുറച്ചാൾ പഠിച്ചത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അവളെ പറഞ്ഞു വിട്ടു. അങ്ങനെ സുബുവും ഞാൻ്റെ ഭയങ്കര ഫേമസ് റീലൊക്കെ ഉണ്ട്. സുബാന വ്ലോഗ്സ് അപ്പൊ സുബാനയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. എല്ലാവരും സുബാനയുടെ വ്ളോഗ് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം. ഷിഫ്നയ്ക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, പക്ഷെ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അജനക്ക് എന്തെങ്കിലും ഉണ്ടോ? സോ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി കൊച്ചിയിൽ വരുമ്പോ ഇവരെ ഞാൻ വീണ്ടും കാണാം. ശാലിൻ പോവുകയാണ്. ശാലിൻ നമ്മളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊക്കെയാണ് പറയുന്നത്. എന്താ ചെയ്യാ, കുഴപ്പമില്ല. അതെ. സോ വീണ്ടും വരിക. സോ ഹേ ഗൈസ്, നമ്മളിപ്പോ ഒരു ഈവനിങ് ഔട്ടിങ്ങിന് പോവാണ്. നമ്മുടെ 2 സീനിയേഴ്സ് നമ്മളെ കാണാൻ വന്നിരിക്കുന്നു. അല്ല, അവരിവിടെ ഉണ്ട്. അപ്പൊ അവരിവിടെയാണ് പ്രാക്ടീസ് ചെയ്യണേ അഡ്വക്കേറ്റ്സ് ആയിട്ട്. സോ ഞങ്ങൾ അവരെ കാണാൻ പോവാണ്. നമ്മുടെ ഡ്രസ്സൊക്കെ മാറി ഞാൻ അവരെ കാണിച്ചു. നമ്മളിപ്പോ ഹൈക്കോടതിയുടെ ഫ്രണ്ടിലാണ്. ദിസ് ഇസ് ഹൈക്കോർട്ട് ഓഫ് കേരള. സോ നമ്മുടെ അവരെ കാത്തു നിൽക്കാണ്. കുറെ നേരമായി വരാന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. ഇതുപോലെ ഇപ്പൊ വരാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ഞങ്ങൾക്ക്. ഇപ്പൊ അങ്ങനെയുണ്ട്. So yeah, this is High Court of Kerala to the people who is dreaming
ദിസ് ഇസ് ദാറ്റ് പ്ലേസ്. അങ്ങനെ കാത്ത് നമ്മുടെ സീനിയർ എത്തിയിരിക്കുന്നു. യൂട്യൂബിൽ കട്ട് ചെയ്യണോ? ഓക്കെ, ബ്ലർ ചെയ്യണോ എന്തേലും? സോ ഇവരൊക്കെയാണ് എന്റെ കോളേജ് സീനിയേഴ്സ്. ഹായ് പറയൂ. എങ്ങനെയുണ്ട് നിങ്ങളുടെ വക്കീൽ ജീവിതം? രണ്ടാൾക്ക് പറയൂ. ഞാൻ വക്കീലല്ല. പിന്നെ എങ്ങനെയുണ്ട് ലോ പ്രൊഫഷൻ? ആള് ഭയങ്കര തിരക്കുള്ള വക്കീലാണ്. സോ യെസ്, ഇവര് ഞങ്ങൾക്ക് കുറെ ഫുഡൊക്കെ മേടിച്ചു തന്നു. സോ യാ, അത്രേ ഉള്ളൂ. ടാറ്റ പറഞ്ഞു. ടാറ്റാ. സോ ഗൈസ്, കണ്ടോ ഇപ്പൊ എന്റെ മുഖം എന്താ ചത്തു. സോ ഇങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നമ്മളിപ്പോ രാത്രി പുറത്ത് ഫ്രണ്ട്സ് സീനിയേഴ്സിനൊക്കെ കണ്ട് സംസാരിച്ച്, അവരിപ്പോ ഹൈക്കോടതിയിൽ ഒരാള് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്, ഒരാള് ജഡ്ജിന്റെ റിസർച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അതിനൊക്കെ ഒരു എക്സാം ഒക്കെ എഴുതിച്ച കാരണം അപ്പൊ കുറെ പേർക്ക് ഡൗട്ടായി, LLB പഠിച്ച വക്കീല് തന്നെ ആണോ ആവാൻ പറ്റും? അങ്ങനെയൊന്നും അല്ല. LLB പഠിച്ചതിനൊക്കെ വേണമെങ്കിൽ വക്കീലാവാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഫേമിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇതുപോലെ റിസർച്ചർ ആവാം, അല്ലെങ്കിൽ ജഡ്ജിന് വേണ്ടി പഠിക്കാം, അല്ലെങ്കിൽ LLM പഠിച്ച ടീച്ചറാവാൻ പോവാം, അല്ലെങ്കിൽ ഇപ്പൊ ആർമി ആണെങ്കിൽ അങ്ങനെ, നേവി ആണെങ്കിൽ അങ്ങനെ. ഞാനൊക്കെ വിശ്വസിക്കുന്നത് LLB എന്ന് പറയുന്ന ഒരു ഡിഗ്രിയാണ്, പ്രൊഫഷണൽ ഡിഗ്രിയാണ്. എനിക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് ഈ ഡിഗ്രി ഹെൽപ്പ് ചെയ്യും എന്നുള്ള വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇതൊക്കെ ഒരു പേഴ്സണൽ സംഭവമാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് താല്പര്യം ആ ഫീൽഡിനനുസരിച്ച് നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് വല്ല ലോ സ്റ്റുഡൻസ് ആരെങ്കിലും കാണാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും, മസ്റ്റ് ഡു ഇന്റേൺഷിപ്സ് ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ 3 വർഷത്തിലായിട്ടുള്ളൂ, ഇപ്പോഴും മര്യാദയ്ക്കൊന്നും ചെയ്തൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും കേരള ലീഗൽ സർവീസ് അതോറിറ്റി ലൈക്ക് അത് ചെയ്യണം എന്നല്ല, ഇപ്പൊ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ കോർട്സിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കോടതി പരിപാടികളൊക്കെ അറിയാൻ, ട്രയലൊക്കെ അറിയുന്നതൊക്കെ നല്ലതാണ്. നമ്മള് പുസ്തകത്തിൽ പഠിക്കുന്ന പോലെ നല്ല ട്രയൽ വരുമ്പോൾ അതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ബുക്കിൽ മാത്രം പഠിച്ചിട്ട് പോയിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഭയങ്കര പ്രാക്ടിക്കൽ ഫീൽഡാണിത്, കോമ്പറ്റീറ്റീവ് ആണ് ഈ ഫീൽഡൊക്കെ. അപ്പൊ അങ്ങനെ അതൊക്കെ നോക്കി ചെയ്യാം, അത്രേ ഉള്ളൂ. സോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, എങ്ങനെയാണ് ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ പോണെന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതുപോലത്തെ ലോ സ്റ്റുഡന്റിന്റെ വിശേഷങ്ങളും കോളേജ് വിശേഷങ്ങളൊക്കെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള കുറെ കോണ്ടന്റ്സ് വരാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്, നമുക്കതൊക്കെ ചെയ്യണം. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യുക. ക്ലീ എക്സാം ഒക്കെ എഴുതി ലോ കോളേജുകൾ തേടി പിടിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ്, അടിച്ചു കയറി വരൂ, ഒക്കെ കാണാം. ദാറ്റ്സ് ഇറ്റ്. സോ അത്രയുള്ള വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.